Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ഓരോ ഓണം പോസ്റ്ററാണ്. സോ ഇപ്പോൾ എല്ലാവരും കമൻറ്റ് ചോദിക്കുന്നത് എന്താണ് ഈ ഓണം പോസ്റ്ററിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ അതിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് ഫോളോയിങ് ദ ട്രെൻഡാണ്. സോ നിങ്ങൾക്കറിയാം കുറേ കാലമായിട്ട് ഇപ്പോൾ എൻ്റെ വീഡിയോസിൽ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ അതൊന്ന് വ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. സോ അതുകൊണ്ടാണ് ഈ ഓണം പോസ്റ്റർ ഓണം പ്രൊമോ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഓണം ട്രെൻഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നോർമൽ എഡിറ്റിംഗ് വീഡിയോസിലേക്ക് പോകുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഡോബ് ഫോട്ടോഷോപ്പ് ടച്ച് ആണ്. PSCC ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഓൾറെഡി ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നാൽ നമ്മൾ ഈ ഒരു ബട്ടൺ ഉണ്ടാവും, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് കൊടുക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൽ ഇതേപോലെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ റേഷ്യോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റേഷ്യോയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് റേഷ്യോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇല്ല ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ലെയർ പോവുക. ഫോട്ടോ ലെയർ പോയ ശേഷം ഞാൻ ഓൾറെഡി ഇതേപോലെ കരിക്കിൻ്റെ 2 മാവേലിയുടെ ഫോട്ടോ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ 3 ഫോട്ടോസ് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇവിടെ ഈ മേലെയായിട്ട് പെൻസിലിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലിയർ എന്നുള്ള ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ചെയ്യണം. സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയുന്നത് വെച്ചാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരും കാണുന്നുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ക്ലിയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഈ ഒരു ഫിംഗർ യൂസ് ചെയ്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് പോർഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ക്ലിയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ഇതേപോലെ കറക്റ്റായി ക്ലിയർ ആയി കിട്ടും. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മുകളിലുള്ള ലെയർ തന്നെയാണ് ഞാൻ താഴെയും കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കുറച്ച് ക്ലാരിറ്റിയില്ല കരിക്കിൻ്റെ സീസണിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എടുക്കുക. സോ അങ്ങനെ 3 ഫോട്ടോസ് ഡിഫറൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക. ഇപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. സോ ഞാൻ എന്താ വെച്ചാൽ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ആൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സംഭവം തന്നെ നേരെ താഴെയായിട്ടും സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതേപോലെ ഏകദേശം ഇതേപോലെയൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് സെൻട്രൽ പൊസിഷനിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്യണം. സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതേപോലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ലെയറിൽ പോവുക. ഫോട്ടോ ലെയറിൽ ഇതാ ഞാൻ ഇതേപോലെ ഒരു ഫോട്ടോ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇത് ആഡ് ചെയ്ത ശേഷം ഇതും നമ്മൾ ഇതേപോലെ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് കറക്റ്റായി ഒന്ന് ജസ്റ്റ് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്താൽ മതി, കാരണം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ഓവർലേ കൂടെ ആഡ് ചെയ്യാണ്ട്. സോ അഗെയിൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ലെയറിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതേപോലെ ഒരു പേപ്പർ ടിയേഴ്സ് ഇതേപോലത്തെ ഒരു ഓവർലേ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ എന്ത് വെച്ചാൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കണക്കാവുന്ന രീതിക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ദെൻ നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു ലെയർ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കൊടുത്ത ലെയേഴ്സ് എല്ലാം കാണാൻ സാധിക്കും. ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ഇപ്പോൾ ആഡ് ചെയ്ത ലെയർ സെലക്ട് ചെയ്യുക. ഈ താഴെയായിട്ടുള്ള ആ ഒരു ബോക്സിൻ്റെ ചിഹ്നം സെറ്റ് ചെയ്തിട്ട് ഈ മാന്ത്രിക വടിയാണത്തെ ആ ഒരു ഓവർലേ മീൻസ് ആ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഈ ഒരു വൈറ്റ് ലെയർ ഇതേപോലെ സെലക്ട് ചെയ്യുക. ഓക്കെ, വൈറ്റ് ലെയർ ഇതേപോലെ സെലക്ട് ചെയ്താൽ നമുക്ക് ആ കറക്റ്റ് എഡ്ജസ് ഒക്കെ കറക്റ്റായിട്ട് ആ ഒരു വൈറ്റ് ലെയർ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് എന്ന് കൊടുത്താൽ ആ ഒരു വൈറ്റ് ലെയർ മാത്രമായിട്ട് ആ ഒരു ബ്ലാക്ക് സ്ക്രീൻ പോയിട്ട് ആ ഒരു വൈറ്റ് ലെയർ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ എഗെയിൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ട്രാൻസ്ഫോമിൽ വന്ന ശേഷം ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു ഇമേജിന് നിങ്ങൾക്ക് എത്ര സൈസിലാണോ വേണ്ടത് ആ ഒരു രീതിക്ക് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്യുക ആ ഒരു പേപ്പർ. ദെൻ ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു പെൻസിൽ ബോക്സ് കണക്കത്തെ ആ ഒരു സംഭവം സെലക്ട് ചെയ്യുക. സെലക്ട് പിക്സൽ എന്ന് കൊടുത്താൽ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു പേപ്പർ ലേസ് ഇതേപോലെ കറക്റ്റായി കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ പോയിട്ട് ആ സെൻറ്ററിൽ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ഇമേജിൽ അത് സെലക്ട് ചെയ്യുക ഇവിടെ വന്നിട്ട്. ദെൻ ഈ ഒരു പെൻസിൽ ബോക്സിൽ അഗെയിൻ വരാം, എക്സ്ട്രാക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ മുകളിലുള്ള ആ ഒരു ലെയർ ഓഫാക്കി ഇടാം. ഓക്കെ, ആ ഒരു ലെയർ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ബട്ടൺ ഈ ഒരു 2 പേപ്പർ വെച്ച് കണക്കത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് കറക്റ്റ് ആ ഒരു പേപ്പർ എക്സ്ട്രാ ആ ഒരു പേപ്പറിൻ്റെ രീതിക്ക് നമ്മുടെ ആ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ടാവും. കണ്ടില്ല? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റത്തെ 3 ഇമേജസ് സെറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫോമിൽ വന്ന ശേഷം ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അതേപോലെ സൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കും. സോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടി മെർജ് ചെയ്യണം. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മെർജ് ഡൗൺ ഉണ്ടാവും. ഒരിക്കൽ ക്ലിക്ക് ചെയ്യുക, ഒരിക്കലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മെർജായിട്ട് കിട്ടിയിട്ടുണ്ട്.
സോ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് ഒരു ചെറിയൊരു കളറിങ് കൊടുക്കണം. നിങ്ങൾ ഏതൊരു കളർ തീമിലാണോ നിങ്ങളുടെ ആ ഒരു പോസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കളർ തീം കൊടുക്കണം. അതിനുകൊണ്ട് നമ്മൾ ഈ ഒരു എഫക്ട്സ് എന്നുള്ള ലെയർ ആ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ട് ടിൻറ്റ് സെലക്ട് ചെയ്യുക. ടിൻറ്റ് ഇപ്പോൾ ഇതിപ്പോൾ ഡിഫോൾട്ടായിട്ട് ഗ്രീനിലായിരിക്കും ഉണ്ടാവുക. ഞാൻ ഇപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിൽ ചെയ്യുന്നതുകൊണ്ട് യെല്ലോ കളർ കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ഏത് കളർ വേണം കൊടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഓണല്ലായതുകൊണ്ട് ഒരു യെല്ലോ തീമിലാണ് കൊടുക്കുന്നത്. സോ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ലുമിനോസിറ്റി ആൻഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇൻറ്റൻസിറ്റി ഒന്നൊരു 30-31 ആ ഒരു റേഞ്ചിൽ, 30 to 40 ആ ഒരു റേഞ്ചിൽ ഇൻറ്റൻസിറ്റി കൊടുക്കുക. ലുമിനോസിറ്റി ഒന്ന് ഒരു 60 to 65 to 70 ആ ഒരു റേഞ്ചിലും കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു രീതിക്കാണ് കൊടുത്തുള്ളത്. സോ ഒരു ചെറിയൊരു യെല്ലോ എഫക്റ്റ് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന് കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു മാവേലിയുടെ PNG ആഡ് ചെയ്യണം. സോ എഗെയിൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ലെയറിൽ വരാം. ഫോട്ടോ ലെയറിൽ നമ്മൾ ഫോൾഡറിൽ ഇതേപോലെ ഒരു മാവേലിയുടെ ഫോട്ടോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്ന് നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യം, ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെയൊക്കെ വെക്കണം എന്ന് പറഞ്ഞാൽ വെക്കുക, എങ്ങനെ വേണം വെക്കുക. സോ ഞാൻ ഇത് ഈ ഒരു രീതിക്കാണ് വെക്കുന്നത്. ദെൻ നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ്. ദെൻ എഗെയിൻ നമ്മൾ ഈ ഒരു എഫക്ട്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൈറ്റ്നിങ് എന്നുള്ള ഈ ഒരു എഫക്റ്റ് ഉണ്ട്, അത് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അതൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. എഫക്ട്സിൽ ലൈറ്റ്നിങ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ബാക്ക് വരാം. നമ്മൾ ലൈറ്റിംഗ് എന്നുള്ള ആ ഒരു എഫക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ബ്ലാക്കും കളറും കാര്യങ്ങളൊക്കെ കിട്ടും. ദെൻ നമ്മൾ ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക. സോ അത് ഓപ്ഷനിലാണ്, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ എഫക്ട്സിൽ വേണ്ടി ലൈറ്റിനിങ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് സൈഡിൽ ചെറിയൊരു ബ്ലാക്കിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എഫക്ട്സ് കിട്ടുമ്പോൾ ആ ഒരു എഫക്ട്സ് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇനി നമുക്കിതിലേക്ക് ഒരു യെല്ലോ ഗ്ലോ കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഒരു എംപ്റ്റി ലെയർ ഇതേപോലെ ആഡ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഒരു എംപ്റ്റി ലെയർ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ഇതേപോലെ ഈ ഒരു ആൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫിൽ ആൻഡ് സ്ട്രോക്ക് വന്നിട്ട് അതിൽ കളർ വന്ന് നിങ്ങൾ ഏത് തീമിലാണോ ചെയ്തത് ആ ഒരു കളർ, ഞാനിപ്പോൾ യെല്ലോ ചെയ്തുകൊണ്ട് യെല്ലോ ആണ് എടുക്കുന്നത്. സോ നമ്മൾ അഗെയിൻ ഈ ഒരു ആൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫെയ്ഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ലാസ്റ്റ് രണ്ടാമതായിട്ടുള്ള ആ ഒരു ഗ്ലോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു ഗ്ലോ വന്ന് ഇതേപോലെ മാവേലിയുടെ ബാക്കിലായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഇതേപോലെ ഈ ഒരു പേപ്പർ വെച്ച് ആ ഒരു ബോക്സ് സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ് മോഡുള്ളത് ലീനിയർ ഡോഡ്ജ് ആയി കൊടുക്കുക. അതിൻ്റെ എഫക്ട്സ് മീൻസ് ഒരു ഒപ്പാസിറ്റി വന്ന് നിങ്ങൾക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കുക, കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടുക. സോ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലെയർ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും ആ ഒരു ലെയർ, ആ ഒരു ഗ്ലോ ലെയർ നിങ്ങൾക്ക് മാറ്റാനും സാധിക്കും. സോ ഞാനിപ്പോൾ ആ ഒരു സെൻറ്റർ പൊസിഷനിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ദെൻ ഇനി നമുക്ക് ഇവിടെ താഴെ നിന്ന് മുകളിലോട്ടൊരു ബ്ലാക്ക് ഫെയ്ഡ് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ അഗെയിൻ ഇതേപോലെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എംപ്റ്റി ലെയർ വരാം. ശേഷം നമ്മൾ ഇവിടെ എൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫിൽ ആൻഡ് സ്ട്രോക്ക് കൊടുത്ത ശേഷം നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുക്കുക കളറ്. ദെൻ നമ്മൾ ആ ഒരു ലെയർ ഏറ്റവും ടോപ്പിലായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫെയ്ഡ് ഓപ്ഷൻ സെറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ രണ്ടാമത് കാണുന്ന ഫെയ്ഡ് അല്ലെങ്കിൽ ഒന്നാമത് കാണുന്ന ഫെയ്ഡ് സെലക്ട് ചെയ്ത ശേഷം നമ്മളിവിടെ ഈ ഒരു കളർ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ, അത് വന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് റിവേഴ്സ് സ്പോട്ട് എന്നുണ്ടാവും, അത് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് ആ ഒരു സംഭവം കിട്ടുക. ഇത് നമ്മൾ ഇതേപോലെ ഈ ഒരു ടോഗിൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക, താഴോട്ടും മുകളിലോട്ടൊക്കെ ആയിട്ട് നമ്മൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് താഴെ ചെറിയൊരു ഫെയ്ഡ് വരുന്ന രീതിക്ക് ഇതേപോലെ സെറ്റ് ചെയ്യുക. അത് നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളെ പോസ്റ്റർ ഇതേപോലെ ഒരു സംഭവമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓവർലേസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതിനാണ് നമ്മൾ അഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ലെയർ കൊടുക്കുക. നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ ലെയർ ഇതേപോലെ കറക്റ്റ് കൊടുക്കണം. അല്ല മറ്റേത് എന്തൊക്കെയാണെങ്കിൽ നമ്മൾ എംപ്റ്റി ലെയർ കൊടുക്കണം. ഓക്കെ, ഞാൻ പറയുന്നതിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ്, സോറി. ദെൻ നമ്മൾ ഇതേപോലെ ഗ്രഡ്ജ് ഓവർലേ എന്നുള്ള ഒരു ഓവർലേ കൊടുക്കുകയാണ്. ദെൻ ഇത് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഫില്ലാക്കി കൊടുക്കുക, സ്ക്രീനിൽ ഇതേപോലെ കറക്റ്റായിട്ട് ഫില്ലാക്കി കൊടുക്കുക. അത് നമ്മളെ ഒരു ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു ഹൈലൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ഓവർലേ ആഡ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഇതേപോലെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ഈ ഒരു ഓവർലേ ആഡ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ഓവർലേ ലെയർ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു പേപ്പർ അത് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ സ്ക്രീനാക്കി കൊടുക്കുക. സ്ക്രീനാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം. ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, 100%ലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 50യുടെ താഴേക്കൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇതേപോലെ 100%ൽ വെക്കുന്നുണ്ട്. ചെറിയ രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറക്കാം. ഓക്കെ, ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ടെക്സ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. സോ ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഇതിൽ ഓപ്ഷൻ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പിക്സൽ ലാബിൽ ടെക്സ്റ്റ് ചെയ്യണം. സോ അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ ഇവിടെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ നമ്മൾ ഹാപ്പി ഓണം തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടായിട്ട് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഹാപ്പി ടൈപ്പ് ചെയ്യുക, പിന്നെ ഓണം ടൈപ്പ് ചെയ്യുക. നമ്മൾ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്യുക. ദെൻ നമ്മൾ ഇതേപോലെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ഒരു കസ്റ്റം ഫോണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫോണ്ടിന് വേണ്ടി ഈ ഒരു എ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ഇവിടെ ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ മൈ ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് ഫോൺസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു 2 ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോൺസും കാര്യങ്ങളൊക്കെ പിക്സൽ ലാബിലേക്ക് ആഡ് ചെയ്യാം. സോ നമുക്ക് ആ ഒരു ഫോണ്ട് ആഡ് ചെയ്യണം. ബട്ടർ ഷൈൻ എന്നാണ് ആ ഒരു ഫോണ്ടിൻ്റെ പേര്. സോ ഈ ഒരു ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക.
ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ടെക്സ്റ്റിൽ എച്ച് കഴിഞ്ഞിട്ടൊരു സ്പേസ് കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കുക. കാരണം ഇത് നമുക്ക് PSCC ആഡ് ചെയ്യുമ്പം ചെറിയൊരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ സേവ് ആസ് ഇമേജ് കൊടുത്ത ശേഷം ഫോർമാറ്റ് PNG ആക്കി കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ JPEG ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഡൈമെൻഷൻസ് വന്ന് അൾട്രയിലാക്കിയിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക. സോ അപ്പോൾ നമുക്കത് ഗാലറിയിലേക്ക് സേവ് ആവും. ദെൻ ഇതേപോലെ നമ്മൾ അടുത്ത് ഈ ഒരു ഫോണ്ട് തന്നെ ഓണം എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഓണം എന്നുള്ളതിന് ഗ്യാപ്പോ കാര്യങ്ങളൊന്നും വേണ്ട, നോർമലി ടൈപ്പ് ചെയ്യുക. ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുത്ത ശേഷം ഇത് നമ്മൾ ഈ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ PNG അതേപോലെ ഡൈമെൻഷൻസിൽ അൾട്ര സെറ്റ് ചെയ്തിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ PSCC ചെയ്ത ആ ഒരു വർക്ക് അഗെയിൻ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ലെയറിലേക്ക് വരിക. ഫോട്ടോ ലെയറിൽ വന്ന ശേഷം നമ്മൾ പിക്സൽ ലാബ് എന്നുള്ള ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് നമുക്കിവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും. ചില സമയം ഏറ്റവും താഴെയായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലായിരിക്കും. അതിപ്പോൾ വന്ന് ഏറ്റവും താഴെയായിട്ടാണ് നമുക്ക് എപ്പം കാണാൻ സാധിക്കുന്നത്. ഇതേപോലെ ആഡ് കൊടുത്താൽ നമുക്ക് ഹാപ്പി എന്നുള്ള ഒരു ടെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഇതേപോലെ സൈസും കാര്യങ്ങളൊക്കെ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബ്ലാക്ക് ഫെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഫെയ്ഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ദെൻ ഇതേപോലെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എഗെയിൻ ഫോട്ടോ ലെയറിൽ പോയിട്ട് നമ്മൾ ആ ഒരു ഓണം എന്നുള്ള ലെയറും കൂടെ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ആ ഒരു ഫസ്റ്റത്തെ 2 ലെറ്ററിന് മാത്രം യെല്ലോ കളർ കൊടുക്കണം. സോ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ആ ഒരു മാജിക് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഏത് ലെയറാണോ സെലക്ട് ചെയ്തത് നോക്കുക. ഇപ്പോൾ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി, ഓണം ആണെങ്കിൽ ഓണം, ആ ഒരു ഏത് ലെയറാണോ സെലക്ട് ചെയ്തത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഹാപ്പി എന്നുള്ള ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതേപോലെ സൂം ചെയ്ത ശേഷം നമ്മൾ ആ ഒരു എച്ച് എന്നുള്ള ലെയർ മാത്രം സെലക്ട് ചെയ്യുക. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഫോണ്ട് എച്ചും എയും കൂടെ ചെറിയ കണക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഇതേപോലെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു എച്ചും എയും ഒരുമിച്ച് സെലക്ട് ആകുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാൻ പറഞ്ഞത്. ഇത് നമുക്കിപ്പോൾ ഇവിടുന്ന് സെറ്റ് ചെയ്യാനും സാധിക്കും. സോ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ വരിക, അതായത് ഈ ആൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫിൽ ആൻഡ് സ്ട്രോക്കിൽ വന്നിട്ട് നിങ്ങൾ ഏത് കളറാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ കൊടുക്കുക. ഞാനിപ്പോൾ യെല്ലോ ആണ് കൊടുക്കുന്നത്. സോ യെല്ലോ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എഗെയിൻ നമ്മൾ ബാക്ക് വരാം. ഇതേപോലെ ബാക്ക് വന്ന ശേഷം നമ്മൾ ഓണം എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുക. മുകളിലായിട്ട് ഓണം എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ലെയർ, മീൻസ് ആ ഒരു ടൂൾ, മാജിക് ടൂൾ എടുക്കുക. ഇവിടെ വന്നിട്ട് ഈ ഓണം എന്നുള്ള ലെയർ, മീൻസ് ആ ഒരു ഓ എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുക. ആൻഡ് ബട്ടണിൽ വരാം, ഫിൽ ആൻഡ് സ്ട്രോക്ക് യെല്ലോ കളർ ഇതേപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കളർ ഇതേപോലെ കറക്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഹാപ്പി എന്നുള്ളത് ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആ ഒരു ഹാപ്പി എന്നുള്ള ലെയർ, ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ടൂൾ മാറ്റുക, സ്ക്വയർ ടൂൾ തന്നെ ആഡ് ചെയ്യുക. ദെൻ ഇതേപോലെ ജസ്റ്റ് ആ ഒരു എ തുടങ്ങുന്ന ഭാഗത്തുനിന്ന് ഇതേപോലെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോമിൽ വന്ന ശേഷം നമുക്കിവിടെ പിക്സൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ മൂവ് ചെയ്യാൻ സാധിക്കും. സോ ഇതേപോലെ മൂവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. സോ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിലോ ഇൻസ്റ്റയിലോ മെസ്സേജ് അയക്കുക. കാരണം ഈ ഒരു PSCC ഓൾറെഡി ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും, പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് കുറച്ച് ടഫാണ്. സോ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം മീൻസ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതേപോലെ ടിക്ക് ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ഇതേപോലെ കറക്റ്റായി കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ മുകളിലുള്ള 2 ലെയർ, ആ ടെക്സ്റ്റ് ലെയർ രണ്ടും ഗ്രൂപ്പ് ചെയ്യുക. മീൻസ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മർജ് ഡൗൺ കൊടുത്താൽ നമുക്ക് ആ 2 ലെയർ മർജായി കിട്ടിയിട്ടുണ്ടാവും. ദെൻ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത താഴെയുള്ള ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വരിക, ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുക. ഗോഷ്യൻ ബ്ലർ ഇതേപോലെ ഒരു 35-40 ആ റേഞ്ചിലൊക്കെ സെറ്റ് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടും. ദെൻ നമ്മൾ മുകളിലുള്ള ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വരിക, ഡ്രോപ്പ് ഷാഡോ ഇതേപോലെ ആഡ് ചെയ്യുക. ഒരു 45 ഡിഗ്രിയിലേക്ക് ആഡ് ചെയ്യുക. 90 ഡിഗ്രി കൊടുക്കേണ്ട, ഒരു 45 ഡിഗ്രിയിലേക്ക് ചെറിയൊരു ഷാഡോ കൂടെ കൊടുത്താൽ നമ്മുടെ പോസ്റ്ററിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇതിലെങ്ങനെയാണ് സേവ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡൺ ഓപ്ഷൻ കൊടുക്കുക, സേവ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സേവ് കൊടുത്താൽ മാത്രം നമ്മുടെ ഫോണിലേക്ക് ഈ ഒരു സംഭവം സെറ്റ് ആവില്ല. നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സേവ് ടു ഗാലറി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ ഏതൊരു പ്രൊജക്റ്റാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു പ്രൊജക്റ്റ് ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ JPEG ആണെങ്കിൽ JPEG, PNG ആണെങ്കിൽ PNG, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്താൽ മാത്രമേ നമ്മളെ ഫോണിലേക്ക് ആ ഒരു ഫയൽ സേവ് ആവുള്ളൂ. സോ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തുള്ള ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ എല്ലാ പോസ്റ്റർ ഡിസൈനിലും പറയുന്ന പോലെ നമ്മൾ കളർ ഗ്രേഡിങ് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഒരു പോസ്റ്ററിന് ഒരു ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. സോ ഇപ്പോൾ ഞാൻ ഇതിൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു CC ആണ് കൊടുക്കുന്നത്. ഇപ്പം ഇതാണ് നമ്മുടെ ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ ഇത് ഏറ്റവും താഴെയായിട്ട് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാ പോസ്റ്ററിനും ഞാൻ കൊടുത്ത ഈ ഒരു CC തന്നെയാണ്. ഈ ഒരു CC ഒന്ന് എൻ്റെ CC പാക്കിൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു CCയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മാവേലിയും ഒക്കെ കറക്റ്റായിട്ട് ഗ്രേഡായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് റൂമൊക്കെ യൂസ് ചെയ്യുന്നതാണ്, ലൈറ്റ് റൂം
റൂമിൽ പോയിട്ട് കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസിലേക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.